ഇന്നത്തെ വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. ഞാൻ കുറേ നാളുകൊണ്ട് ഈ ഒരു വിഷയം സംസാരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ സമയം കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആഗോളതലത്തിൽ പല രാജ്യങ്ങളെയും അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത്ര പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല വേണ്ട വിധത്തിൽ. അതിലൊന്ന് ഈ പ്രവാസികളുടെ വിഷയമാണ്. ഈ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പോലെയുള്ള അവസ്ഥയാണ് ശരിക്കും. ഇത് എത്ര മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്നു നമുക്കറിയില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ UAEയുടെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. വിശദമായിട്ടുള്ള റിപ്പോർട്ടൊന്നും അവർ പുറത്തിറക്കിയില്ല. ജസ്റ്റ് ഫോർമലായിട്ടുള്ള റിപ്പോർട്ടാണ്. ഇന്ത്യക്കാരെല്ലാം UAEയിൽ സുരക്ഷിതരായിരിക്കും എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് വേഗമായിട്ട് പുറത്തിറക്കിയത്. ഇന്ത്യ ഓപ്പണായിട്ട് തന്നെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലൈറ്റ് സർവീസുകളൊക്കെ തുടങ്ങാത്തതിൻ്റെ പിന്നിൽ എക്കണോമിക് താല്പര്യങ്ങളാണ്. പ്രധാനമായിട്ടും ഈ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കുന്നു. അതും ഇന്ത്യ പോലത്തെ ഒരു രാജ്യം എക്സ്പാട്രിയേറ്റ് ഫ്ലൈറ്റ് സർവീസ് തുടങ്ങി. അതായത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എക്കണോമിക് ഇമ്പാക്റ്റ് തന്നെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഇന്ത്യക്കാരുടെ ലൈഫിന് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഇന്ത്യൻ സർക്കാരിൻ്റെ ചുമതലയാണ്. അപ്പം അത് അവർ എത്രമാത്രം ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് അതിനകത്ത് ഉത്തരമില്ല. മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളിൽ നിന്നും ഫ്ലൈറ്റ് സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫ്ലൈറ്റ് സർവീസ് ഉണ്ട്. ആ ടിക്കറ്റിന് കൊടുക്കേണ്ട വില വലിയ വിലയാണ്, ഭീമമായ വില. നിയർലി 3000 ദിർഹം നിങ്ങളൊരു ടിക്കറ്റ് ദുബായിൽ നിന്ന് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ സൗദി അറേബ്യ, ദോഹ, ബഹ്റൈനിൽ മനാമ, കുവൈറ്റ്, ഗൾഫെയർ ഉള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വരണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 3000 ദർഹംസ്, ഇറ്റ് മീൻസ് ഏതാണ്ട് നിയർലി 1 ലക്ഷം രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ അതിനെ ചാർജ് ചെയ്യുന്നത് 6000+ ആണ്. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം. ഇപ്പം ഈ യുദ്ധകാലത്ത് എങ്ങനെയാണ് ഈ പ്രവാസികൾ ഈ പണം മുടക്കിക്കൊണ്ട് നാട്ടിലേക്ക് വരുന്നത്? സ്വാഭാവികമായിട്ടും ഈ കാലയളവിൽ വെക്കേഷൻ പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അതൊരു സൈഡിലിരിക്കട്ടെ, അത് സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷെ ഇപ്പം ഇവിടെ വേറൊരു ക്രൈസിസ് ഇവിടെ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഓവറോൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ 2 ട്രില്യൻ്റെ ലോസ് പെർ ഡേ രേഖപ്പെടുത്തുന്നുണ്ട്, നഷ്ടം. അതായത് ഡേ ടു ഡേ അവർക്ക് വന്നുകൊണ്ടിരുന്ന റവന്യൂവിൽ വന്നിരിക്കുന്ന കുറവാണിത്. അതായത് അവർക്ക് വരാനുള്ള പൈസ വരാതെ സ്ട്രക്കാകുകയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് എല്ലാം തന്നെ പല കമ്പനികൾക്കും പോകേണ്ട പൈസയാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് സർവൈവ് ചെയ്തു പോകുന്ന കുറേ കമ്പനികൾ. അപ്പം അങ്ങനെ നിരവധി കമ്പനികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധം തുടങ്ങിയതേ ഉള്ളൂ. സോ ഒരു 1 മന്ത് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി പല കമ്പനികൾക്കും ഉണ്ടാവും. പല കമ്പനികൾക്കും 1 മന്ത് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല കേട്ടോ. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ സാഹചര്യത്തിൽ നിരന്തരമായിട്ട് വരുമാനം വരാത്തൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്കും പലരുടെയും ജോലി നഷ്ടപ്പെടും. ഇനി എത്ര പേരുടെ ജോലി ഇതിനു മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സെനാരിയോ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള ബിസിനസ് എല്ലാം തന്നെ 1 ഇയർ ബിസിനസ്സാണ്, ഷോർട്ട് ടേം ബിസിനസ്സുകളാണ് എല്ലാം. എവറി ഇയർ നിങ്ങളുടെ ലൈസൻസ് റിന്യൂ ചെയ്യണം, എവറി ഇയർ നിങ്ങളുടെ വാടക പുതുക്കണം, എവറി ഇയർ നിങ്ങൾ റിന്യൂവൽ കോസ്റ്റ് പേ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ചെറുകിട ബിസിനസ്സുകൾ, നമ്മുടെ നാട്ടിലെ പോലെ SME കാറ്റഗറിയിൽ വരുന്ന ബിസിനസ്സുകളെല്ലാം തന്നെ തകർച്ചയിലോട്ട് പോകുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നിരവധി പേരുടെ ജോലി നഷ്ടപ്പെടും. 8 പേര്, 10 പേര്, 15 പേര്, 30 പേര്, 35 പേര് അടങ്ങുന്ന ചെറുകിട കമ്പനികൾ പല എംപ്ലോയീസിനെയും പിരിച്ചുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച നിർണായകമാണെന്നുള്ളത്. അതായത് ഈ ഒരാഴ്ച വളരെ നിർണായകമാണ്. കാരണം ഇനി അറ്റാക്കിംഗ് പോയിന്റിൽ വെച്ചിരിക്കുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാന്റെ പവർ ഗ്രിഡ് അടിക്കാൻ വേണ്ടി തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അമേരിക്ക അത് ഉറച്ചെടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഇറാന്റെ ഉള്ളിൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിൽ അവർക്ക് ഉണ്ടായ നഷ്ടത്തിന്റെ കണക്ക് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 80,000 വീടുകൾ, ഹ്യൂമാനിറ്റേറിയൻ ഡാമേജ് എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് 80,000 വീടുകൾ, ചായക്കടകൾ, പലചരക്ക് കടകൾ, ഇതേപോലെ സിവിലിയൻസിന്റെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള പബ്ലിക് അസറ്റുകളായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഇറാന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതുവരെ കൊല്ലപ്പെട്ടതിൽ കുട്ടികളുടെ എണ്ണം മാത്രം 280 ആണെന്നും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. 400ഓളം പ്രൈമറി ഹെൽത്ത് സെന്റർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നെങ്കിൽ അവിടെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് വരും. അതായത് ഹോസ്പിറ്റലിൽ അറ്റാക്ക് നടത്തുന്നു, അതുപോലെ സ്ത്രീകൾക്കെതിരെ അറ്റാക്ക് നടത്തുന്നു, കുട്ടികൾക്കെതിരെ അറ്റാക്ക് നടത്തുന്നു. ഇപ്പം ഇത്തരത്തിലുള്ള സെയിം നെറേറ്റീവ് ഇപ്പോൾ ഇറാൻ സൃഷ്ടിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലേക്ക് അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഒരു
കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള രേഖകൾ സമാഹരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ തന്നെയാണ് ഇറാൻ പറയുന്നത്. ഇറ്റ്സ് ഓക്കെ, യുദ്ധം നടക്കുന്ന സാഹചര്യമാണ്, അവർക്ക് അവരുടെ സൈഡിലുള്ള നഷ്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഞങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അവർ സിവിലിയൻസിനെതിരെ ഇസ്രായേലും അമേരിക്കയും അറ്റാക്ക് നടത്തുന്നു എന്നുള്ള തരത്തിൽ അവർ ഗ്ലോബലി ഒരു പ്രൊജക്ഷൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതവർ മുന്നോട്ട് നീക്കുന്നുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് ട്രംപിനെ വളരെയധികം മോക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ പത്രസമ്മേളനത്തിലായിക്കോട്ടെ, അവരുടെ സ്പോക്സ് പേഴ്സൺ ആയിക്കോട്ടെ, ട്രംപിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും അമേരിക്കയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്, സുഖമാണോ എന്നുള്ള ചോദ്യങ്ങളും, അതായത് അവർ ഇറാൻ നല്ല രീതിയിൽ വിജയിച്ച് നിൽക്കുന്നു എന്നുള്ള മട്ടിലാണ് ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് അമേരിക്കയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലും ഓൾറെഡി തന്നെ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പവർ ഗ്രിഡുകൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്കുകൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫൂട്ടേജസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മിഡിൽ ഈസ്റ്റ് എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഇപ്പം നിലവിൽ ഞാൻ തുടങ്ങി വെച്ച വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, October 7, 2023 നോവ മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസ്റ്റിവലിൽ തുടങ്ങിയ യുദ്ധം ആ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഗേറ്റ് പൊളിച്ച് കയറി പോകുന്നുണ്ട്. ഭീകരവാദികൾ, ഹമാസ് ഭീകരവാദികൾ കയറി പോകുന്ന ആ രംഗം, അതിലവർ ഏതാണ്ട് 378 പേരെ ആ സ്പോട്ടിൽ തന്നെ അവർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. സ്പോട്ടിൽ തന്നെ. അപ്പോൾ ഈ 378 പേരെ ഇവർ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അവരാരും തന്നെ ആയുധധാരികളല്ല. അവരെല്ലാം തന്നെ നിരായുധരാണ്. ശരിക്കും പറഞ്ഞാൽ അവർ മ്യൂസിക് ഫെസ്റ്റിവലിൽ വളരെ ലെഷറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്ത് തോക്കും സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി തന്നെയാണ് ഹമാസ് ഗേറ്റ് പൊളിച്ച് അങ്ങോട്ട് പോയത്. അപ്പം അവിടെ തുടങ്ങിയ യുദ്ധമാണ് ഇന്ന് ഇറാൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു ഫാക്റ്റാണ്. ഇതിനെ എത്രത്തോളം വെള്ളപൂശിക്കൊണ്ട് ഇറാനെ അമേരിക്ക ആക്രമിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി തീർത്താലും ഈ യുദ്ധത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ October 7, 2023 അതാണ് ഫ്രഷ് സ്റ്റാർട്ട്. അവിടെ നിന്ന് മാത്രമേ നമുക്കിതിനെ വായിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഇറാൻ യുദ്ധം എന്നുള്ള രീതിയിൽ അമേരിക്ക ഇപ്പം നിലവിൽ വന്നിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയുള്ള പ്രതീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിക്ചറിൽ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ യുദ്ധത്തിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. നമ്മൾ ആദ്യം ഇതിനെ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ ആരാണ്. ഇപ്പം ഈ ഹമാസ് ഗേറ്റ് പൊളിച്ച് അകത്തോട്ട് ഇവരാര്, ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇവരുടെ ജീവിത ചുറ്റുപാട് എന്താണ്, ഇവർ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, ഈ ഗേറ്റ് പൊളിച്ച് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നവരുടെ എഡ്യൂക്കേഷൻ എന്താണ്, ഇവരുടെ ലക്ഷ്യം എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാതലായ വിഷയം, ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനോട് ഞാൻ 2 വിഷയം കൂടി ഞാൻ ഇതിനകത്ത് എടുത്ത് പറയാം. മാർച്ച് 9 കഴിഞ്ഞ 9 ന്യൂയോർക്കിൽ ന്യൂയോർക്കിൻ്റെ മേയർ സോറാൻ മംദാനിയുടെ വീടിൻ്റെ മുന്നിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിനെ അഭിസംബോധന ചെയ്യാനും അതിനെ അഡ്രസ്സ് ചെയ്യാനും, ആ പ്രതിഷേധം നിങ്ങൾ ഇങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആക്ടിവിസ്റ്റുകളൊക്കെ വന്ന് നമ്മളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഈ ആൻറ്റി ഇസ്ലാമിക് പ്രൊട്ടസ്റ്റ് എന്നുള്ള നിലയിലാണ് അവിടുത്തെ പ്രൊട്ടസ്റ്റിനെ അവർ വിലയിരുത്തുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രതിഷേധം മംദാനിയുടെ വീട്ടിന് മുന്നിൽ നടന്ന സമയത്ത് 2 യുവാക്കൾ, ടീനേജേഴ്സ്, ജേക്ക് ലാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട് അമേരിക്കയിൽ. ഈ ജേക്ക് ലാങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മൈക്കൊക്കെ വെച്ചുകൊണ്ട്, അത് ഈ ഹാൻഡി മൈക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീനേജേഴ്സ് ഇവര് അവരുടെ കയ്യിൽ നിന്നുള്ള ബോംബ് എടുത്ത് എറിയുകയാണ്. ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരുടെ മേത്തേക്കാണ് ഇവർ എറിയുന്നത്. എന്തായാലും അവരെറിഞ്ഞത് ഹോം മെയ്ഡ് ബോംബ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അത് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. പക്ഷെ അതേസമയം അവർ ആക്ച്വൽ ബോംബാണ് എറിഞ്ഞിരുന്നുണ്ടെങ്കിൽ എന്തായേനെ സ്ഥിതി ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ. ഇത് അമേരിക്കയിൽ ഇന്നല്ല, ഇത് കുറേ കാലം കൊണ്ടേ നടക്കുന്ന സംഗതികളാണ്. ഇപ്പം ഈ രണ്ട് ടീനേജേഴ്സ് ആരാണ്? ഈ ജേക്ക് ലാങ് പോലത്തെ ആക്ടിവിസ്റ്റൊക്കെ നിങ്ങൾ ഇങ്ങനെ ആൻറ്റി ഇസ്ലാമിക് പ്രൊട്ടസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾ നമ്മളോടൊപ്പം ഒരുമിച്ച് വരണം എന്നുള്ള നിലയിലൊക്കെയുള്ള സ്പീച്ചൊക്കെയാണ് അവിടെ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ജേക്ക് ലാങ് ഒക്കെ ഒരിക്കലും ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കൊടുക്കുന്ന ആളൊന്നുമല്ല. ആക്ടിവിസ്റ്റിൻ്റെ സ്പീച്ചൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരൊക്കെ ഒരു ലിബറൽ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. പക്ഷെ ആ സാഹചര്യത്തിലാണ് ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ആളിൻ്റെ തോളത്ത് കൂടിയാണ് ഇവൻ ബോംബെടുത്തെറിയുന്നത്. ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ആളിൻ്റെ പുറകെ കൂടി വന്നിട്ടാണ് ഈ ടീനേജ് പയ്യന്മാർ ഈ ബോംബ് എടുത്തെറിയുന്നത്. ഇനി ഇവർക്ക് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓൺലൈനിൽ എവിടെന്നെങ്കിലും പഠിച്ചാണോ നമുക്കറിയില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അവർ വീട്ടിൽ തട്ടിക്കൂട്ടി കുറച്ച് സാധനങ്ങൾ, കുറച്ച് ആണി അതൊക്കെ വെച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവരാരാണ്? ഈ പയ്യന്മാരെ പറഞ്ഞു വിട്ട ആൾക്കാരാണ്? ഈ പയ്യന്മാർ പെൻസിൽവേനിയയിൽ നിന്നും ന്യൂയോർക്ക് വരെ ഡ്രൈവ് ചെയ്ത് വന്ന് തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. പക്ഷേ ഇസ്ലാമിനെതിരെ ഇവിടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്, അപ്പം നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകണം.
അഥവാ പ്രതിഷേധം ഇവിടെ വരുന്നുവെങ്കിൽ നമുക്ക് അതിനെതിരെ പൊരുതണം എന്നുള്ള നിലയിൽ ഈ ഐഡിയോളജിയും കൊണ്ടുവന്ന ഈ പയ്യന്മാർ ആരാണ്? നമ്മുടെ ഒരു കാര്യം, ഓക്കെ, ഈ വിഷയം ഇവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതിനെ അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം, നമ്മൾ പേരെടുത്ത് തന്നെ പറയാം, CNN, എങ്ങനെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത്? ഇവർ റിപ്പോർട്ട് ചെയ്തത് 2 ടീനേജേഴ്സിന്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആയ ദിവസം, അതായത് 2 ടീനേജേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറയുന്നത്. അതായത് ഈ ടീനേജേഴ്സ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, നേരെ മറിച്ച് ഈ ഭരണകൂടം ഇവരെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് ആ ടീനേജേഴ്സിന്റെ ലൈഫ് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. അതായത് അവരുടെ ലൈഫ് മൊത്തത്തിൽ അവതാളത്തിലാണ്. അതിനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഏറ്റെടുക്കണം എന്നുള്ള നിലയിലാണ് CNN ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ CNN ഒരു വിഷയം അവിടെ മറന്നില്ല. അവിടെ നടന്നുകൊണ്ടിരുന്നത് ആന്റി ഇസ്ലാമിക് പ്രൊട്ടസ്റ്റ് ആണെന്നുള്ളത് എഴുതാൻ മറന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് പ്രത്യേകതരം നെറേറ്റീവാണ്. ഇങ്ങനത്തെ നെറേറ്റീവുകൾ മാധ്യമ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ CNN ഈ ലെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നെറേറ്റീവ് ചെയ്യാൻ വളരെ വിദഗ്ധരാണ്. ഞാൻ ഈ ലെഫ്റ്റ് എന്നുള്ള വാക്ക് ഇന്റൻഷനലി ഉപയോഗിച്ചതാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ ലെഫ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും പലപ്പോഴായിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ലിബറൽസ്, ലെഫ്റ്റ് സെൻട്രിസ്റ്റ്, ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തോന്നും ഇത് ആരാണ് ഈ ലെഫ്റ്റ്? ട്രംപിന്റെ ആദ്യത്തെ ഡ്യൂറേഷനിൽ 2016 മുതൽ 2020 വരെ ആ ഒരു ടൈമിൽ ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരനെ അമേരിക്കയുടെ പോലീസിന്റെ അനാസ്ഥ മൂലം അവരുടെ ഡീലിങ്സ്, അവർ അപ്രോച്ച് ചെയ്ത രീതി, ഒരു കറുത്ത വർഗ്ഗക്കാരനെ അവർ അപ്രോച്ച് ചെയ്ത രീതി റോട്ടിൽ കിടത്തിയിട്ട് ബീറ്റ് ചെയ്ത അത്തരത്തിലുള്ള വീഡിയോകളെല്ലാം തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത അന്ന് വന്നിരുന്നത്. അപ്പോൾ ഈ ജോർജ് ഫ്ലോയിഡിന് വേണ്ടിയിട്ട് വലിയൊരു സംഘടന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, BLM, ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ്. ഈ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഷിക്കാഗോയിലെ ഒഫീഷ്യൽ പേജ്, BLM ഷിക്കാഗോ, ഈ ഒഫീഷ്യൽ പേജിൽ ഈ ഹാൻഡിലിൽ അവരൊരു പോസ്റ്റ് ഇടുകയാണ്. ഇത് ഒക്ടോബർ 7, 2023 ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഹമാസ് ഒരു ആക്രമണം നടത്തുന്നു. അതിൻ്റെ 2 ദിവസത്തിന് ശേഷം ഈ BLM ഷിക്കാഗോ എന്ന് പറഞ്ഞ ഈ പേജിൽ, ഈ ബ്ലാക്ക് ലൈഫ് മാറ്ററിൻ്റെ ഈ പേജിൽ ഇങ്ങനൊരു പോസ്റ്റ് വരികയാണ്. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാരഷൂട്ടിൽ ഇപ്പം ഈ പാരാഗ്ലൈഡേഴ്സ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ പാരഷൂട്ടിൻ്റെ മേളിൽ പാലസ്തീനിൻ്റെ ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ ഇവർ ഇറങ്ങി വരുന്നത് എവിടെയാണ്? നമ്മളിത് സിംബോളിക്കായിട്ട് 2 വിഷയങ്ങൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഒന്ന്, പാലസ്തീനികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ്, BLMന്റെ മെസ്സേജ്. 2, ഇതേപോലെ പാരാഗ്ലൈഡേഴ്സ് ഒക്ടോബർ 7, 2023 ഇസ്രായേലിന്റെ ഉള്ളിലും പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു മാർഗം കൂടി അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഗേറ്റ് പൊളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അവർ പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പാരാഗ്ലൈഡിൽ. അപ്പോൾ ഇതിന്റെ സിംബോളിക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന്റെ ഫണ്ടിങ് സോഴ്സ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ എല്ലാം തന്നെ കണക്റ്റഡ് ആണ്. ഇതാണ് നമ്മൾ വളരെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ BLM ഒരു ലെഫ്റ്റിസ്റ്റ് സംഘടനയാണ്. ഞാൻ ഡെമോക്രാറ്റിക് പാർട്ടിയല്ല ഉദ്ദേശിക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടി ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതായത് ഇവരെപ്പോഴും ഉന്നയിക്കുന്നത് വെച്ചാൽ ഇവരെ ആരോ അടിച്ചമർത്തുന്നുണ്ട്, ഇവരെ ആരോ പ്രഷർ ചെയ്യുന്നുണ്ട്, ഇവരുടെ അവകാശങ്ങളെ പലരും ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ ഇവർ ഇങ്ങനെ നരേറ്റീവ്സ് ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഇവരുടെ അവകാശങ്ങളെ ആരെങ്കിലും ഇല്ലാതാക്കുന്നുണ്ടോ? അവിടെ ആ റിയാലിറ്റി പരിശോധനയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ റിയാലിറ്റി പരിശോധന നടക്കാറില്ല. ഇത് ഞാൻ പറയുന്നത് അമേരിക്കയിൽ മാത്രമല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തീവ്രവാദ സംഘടനകളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് തീവ്രവാദ സംഘടനകൾക്കെതിരെ ഇത്രമാത്രം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് തലച്ചോറിലാണ് പ്രശ്നം. അല്ലാതെ ഇവരെ ആരും അടിച്ചൊതുക്കുന്നില്ല, ഇവരുടെ അവകാശങ്ങളെ ആരും തന്നെ പറിച്ചെടുക്കുന്നില്ല, ഇവർക്ക് ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇൻഫാക്ട് ഇവർക്ക് എഡ്യൂക്കേഷൻ പോലും വേണ്ട. അത്തരത്തിൽ വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവർ നിരന്തരം പറയുന്നത് ഞങ്ങളെ ആരൊക്കെയോ അടിച്ചമർത്തുന്നു, ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ അവകാശങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് നേടാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ അവകാശങ്ങളൊക്കെ പലരും ഇല്ലാതാക്കുന്നു എന്നുള്ള തരത്തിൽ ഇവർ തന്നെ സ്വയമേ പല നറേറ്റീവ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അപ്പോൾ ഈ BLMനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ BLM ഒരു ലെഫ്റ്റിസ്റ്റ് സംഘടനയാണ്. അവരുടെ ഐഡിയോളജി തന്നെ ലെഫ്റ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലെഫ്റ്റിന് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക ത്രൂ റെവല്യൂഷനിലൂടെ. ഇത് മാർക്സിസ്റ്റിന്റെ ഐഡിയോളജിയാണ്. മാർക്സിസം അത് തന്നെയാണ് ഇത്. മാർക്സിസത്തിന് പല ലെവലുകളുണ്ട്. ഈ മാർക്സിസത്തിന്റെ പല ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവോയിസ്റ്റ്, അതുപോലെ നക്സൽ, ഇതെല്ലാം ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അപ്പൊ ഈ BLM അമേരിക്കയിൽ പ്രതിഷേധിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ പ്രതിഷേധമാണ് അവരെപ്പോഴും നടത്തുന്നത്. അവർ തീ വെക്കും, ശരിക്കും പറഞ്ഞാൽ ഈ വാഹനങ്ങളായാലും എന്തായാലും അവർ കത്തിക്കും. പരമാവധി അവരുടെ പ്രതിഷേധങ്ങളെല്ലാം തീ കൊണ്ടുള്ള കളിയാണ്.
ഈ ലെഫ്റ്റിസ്റ്റ് ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് BLM. ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ BLM ആയിരിക്കും നമ്പർ 1 ആയിട്ട് ഇറങ്ങി വരുന്നത്. പക്ഷെ അവർ പല കാലഘട്ടത്തിലും, ഒരു സമയത്ത് അവർ BLM ബ്ലാക്ക് ലൈഫ് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയെങ്കിൽ അവർ പല കാലഘട്ടങ്ങളിൽ പല കാരണങ്ങൾ പറഞ്ഞ് ഇറങ്ങും. ഇൻഫാക്ട് ഈ ഫ്രീ പാലസ്തീനു വേണ്ടി ഇറങ്ങിയ ആൾക്കാരിലും ഏറ്റവും കൂടുതൽ ഈ BLMന് വേണ്ടി വന്ന ആൾക്കാരുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡൊണാൾഡ് ട്രംപിന്റെ യഥാർത്ഥ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിൽ കിടക്കുന്ന ഈ BLM ആരാധകരാണ്, ഈ BLMന്റെ അനുയായികളാണ്. അവരാണ് ഈ പ്രൊപ്പഗൻഡ നറേറ്റീവ്സ് എല്ലാം സൃഷ്ടിക്കുന്നത്. ഈ പയ്യന്മാരുടെ ഈ ടീനേജേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ISIS എങ്ങനെ ഇരിക്കുന്നു? Federal charges have been filed in the Southern District of New York against 2 individuals, Amir Balat and Ibrahim Qayyumi. The defendants were inspired by ISIS to carry out their attack. Preliminary testing has determined that one of the devices contained triacetone triperoxide, a highly volatile explosive that has been used in multiple terrorist attacks over the last decade. കാരണം അവര് ബോംബ് എറിഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ് അവർ എറിഞ്ഞത്. ഇതിനെ അവരെ പ്രേരിപ്പിച്ചത് ആരാണ്? ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം ഐഡിയോളജികൾ കുത്തി നിറച്ച് ഇവരെ റാഡിക്കലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും ഇതിന്റെ പുറകെ ആൾക്കാരുണ്ട്. ഈ ISIS എന്ന് പറയുന്നതിന്റെ സെന്റർ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇറാഖ്, സിറിയയാണ്. ഇവിടെ നിന്നാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഈ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ BDSന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് UPയിൽ അറസ്റ്റിലാവുകയാണ്. ഇത്തരത്തിലുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരെയൊക്കെയാണ് ഇപ്പം ISISകാർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ പ്രവൃത്തി മേഖല അവർ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ തന്നെ അതിശയിച്ചു പോകും. കാരണം ഇവർ ഇത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണോ ഇത്തരത്തിൽ ചിന്തിക്കുന്നത്? ഇവർ തമ്മിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ലോയേഴ്സ് ഇവരൊക്കെ ഇരുന്ന് കൂടിച്ചേർന്ന് സംസാരിക്കുകയാണ്. എന്താണ്? എവിടെ ബോംബ് വയ്ക്കാം, ആരെ കൊല്ലാം. നമ്മുടെ ചിന്തയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിഷയമാണ് ഇതൊക്കെ. നമ്മൾ വിശ്വസിച്ച് ട്രസ്റ്റഡ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആണെന്ന് കരുതുന്ന പലരും അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഭീകരത കൊണ്ട് നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ റിയാലിറ്റി അതാണ്. അത് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ യുവാവ് BDSന് പഠിക്കുന്ന ഇത്രയും ചെറിയ പ്രായത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുകയാണ് ISISൽ. ഇവനെ UPയിലെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ATS അറസ്റ്റ് ചെയ്ത് ഇവനെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇവൻ പറഞ്ഞത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്, അത് പാടില്ല, ഇതിനെ ശരിയ ഖിലാഫത്തിന്റെ കീഴിൽ കൊണ്ടുവരണം എന്നാണ് ഈ യുവാവ് പറഞ്ഞത്. ഈ യുവാവിന്റെ പേര് ഹാരിഷ് അലി എന്നാണ്. ഈ ഹാരിഷ് അലിക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വരാനുള്ള കാരണം എന്താണ്? ഈ ഹാരിഷ് അലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഹാരിസ് അലിക്ക് എഡ്യൂക്കേഷൻ കിട്ടിയില്ലേ ഇന്ത്യയിൽ? ഈ ഹാരിഷ് അലിയെ ആരെങ്കിലും ഇന്ത്യയിൽ അടിച്ചൊതുക്കിയോ? ഈ ഹാരിഷ് അലിയുടെ അവകാശങ്ങളെ ആരെങ്കിലും ചൂഴ്ന്നെടുത്തായിരുന്നോ? ഈ ഹാരിഷ് അലിക്ക് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഇന്ത്യക്കുള്ളിൽ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലേ? ഗവൺമെന്റ് എന്തെല്ലാം കൊടുക്കുന്നുണ്ട്? ഇന്ത്യൻ ഗവൺമെന്റ് ഫ്രീ എഡ്യൂക്കേഷൻ, കംപ്ലീറ്റ് കാര്യങ്ങളും. സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷനിൽ വരെ കൺസെഷൻ ഉണ്ട്. ഗവൺമെന്റിലെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തലച്ചോറ് പണയം വെച്ചിരിക്കുന്ന വ്യക്തിയാണ് ഹാരിഷ് അലി. ഇതാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി ഇവരുടെ പ്രശ്നം ഇവരെ ആരും അടിച്ചമർത്തുന്നതോ ഇല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ ആരെങ്കിലും ചൂഴ്ന്നെടുക്കുന്നതോ ഇതൊന്നുമല്ല. ബേസിക്കലി ഇവരുടെ പ്രശ്നം തലയിലാണ്, തലച്ചോറാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ഐഡിയോളജിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇനി ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ കുറേ സംസാരിക്കേണ്ടി വരും. കാരണം ഇപ്പം ഞാനിപ്പോൾ ഇത് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഭീകരവാദം അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അവയർനെസ് കൊടുക്കാമല്ലോ. എന്താണ് ഈ ഭീകരവാദം, ഇവരുടെ ഐഡിയോളജി, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്നത്? അതിലേക്കുള്ള ചെറിയൊരു കോൺട്രിബ്യൂഷനാണ് എൻ്റെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും, ഇതിനകത്ത് ഇന്ത്യയുടെ ഡിപ്ലോമസി, ജിയോ പൊളിറ്റിക്സ് ഇതെല്ലാം വിട്ടേക്കും. ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ എന്താണ് പ്രശ്നം? ഈ രണ്ട് രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത് ഒരേ റിലീജിയൻ. ഈ രണ്ടുപേരുടെയും ആശയങ്ങൾ സുന്നി ആശയങ്ങളാണ്. പാകിസ്ഥാനും സുന്നി ബേസ്ഡ് കൺട്രിയാണ്, അഫ്ഗാനിസ്ഥാനും സുന്നി ബേസ്ഡ് കൺട്രിയാണ്. ഈ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനെ വളർത്തിവിട്ടത് ഈ പാകിസ്ഥാനാണ്. ഐഡിയോളജി, ഈ ഐഡിയോളജിയെ സ്പാർക്ക് ചെയ്യിപ്പിച്ചതും അവരെ റാഡിക്കലൈസ് ചെയ്തതും ഈ പാകിസ്ഥാനാണ്.
ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്താണ് വേണ്ടത്? അവർക്കൊരു രാജ്യം കിട്ടി. അവർ പിന്നെ എന്തിനാണ് ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ പ്രോക്സികളായിട്ടുള്ള TTP തെഹ്രീക്ക് താലിബാനികളെ വെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ അവർ എന്ത് നടത്താനാണ് ശ്രമിക്കുന്നത്? എന്താണ് വേണ്ടത്? പാകിസ്ഥാന്റെ 2 കിട്ടുമ്പോൾ ഇന്ത്യക്കാർക്ക് സന്തോഷമാണ്. അതിലുപരിയായിട്ട് ഇതിന്റെ ടോപ്പ് മോസ്റ്റിൽ വേറൊരു വിഷയമുണ്ട്. ഈ ടോപ്പ് മോസ്റ്റിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് അഫ്ഗാനിസ്ഥാന്റെ പേരെന്താണ്? അഫ്ഗാനിസ്ഥാന്റെ പേര് ഇസ്ലാമിക് എമിറേറ്റ് എന്നാണ്. അഫ്ഗാനിസ്ഥാൻ എന്നല്ല അവർ വിളിക്കുന്നത്. താലിബാന്റെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേര് അതിന് ഇസ്ലാമിക് എമിറേറ്റ് എന്നാണ് അഫ്ഗാനിസ്ഥാന്റെ പേര്. ശരിയത്ത് ലോ ഫോളോ ചെയ്തുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം നയിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇസ്ലാമിക രാജ്യം അഫ്ഗാനിസ്ഥാനിൽ അവർ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതാണ് അവർ മറ്റുള്ള പൊതുസമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ശരിയായ ഇസ്ലാം അല്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ താലിബാനിൽ ഇപ്പം ഞങ്ങൾ എന്താണോ അഫ്ഗാനിസ്ഥാനിൽ അവിടെ ഇസ്ലാമിക് എമിറേറ്റിൽ എങ്ങനെയാണോ ഞങ്ങളിപ്പം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള ഭരണമാണ് ഇവിടെയും വേണ്ടത്. കാരണം ഇവിടെ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഇവിടെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഇസ്ലാമിക് രാജ്യത്തിന് കീഴിൽ ഇവരെയും കൂടി കൊണ്ടുവരണം. അതാണ് അഫ്ഗാനിസ്ഥാന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ TTP തെഹ്രീക്ക് താലിബാനികൾ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള ഷിയ മോസ്കുകളിൽ ബോംബ് വയ്ക്കുന്നതും പല പല പള്ളികൾ വെള്ളിയാഴ്ചകളിൽ പൊട്ടിത്തെറിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെയും തലച്ചോറാണ് പ്രശ്നം, ഐഡിയോളജിയാണ് പ്രശ്നം. ഇതിനകത്ത് പലരും ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് അഫ്ഗാനിസ്ഥാനിലുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയും. അതെല്ലാം താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാന്റെ ഗവൺമെന്റ് കാണിക്കുന്ന ചില അപ്സ് ആൻഡ് ഡൗൺസ് മാത്രമാണ്. അതിലുപരിയായിട്ട് ബേസിക്കലി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഈ പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് ഈ ഐഡിയോളജി. അപ്പോൾ ഈ UP-യിൽ ഈ ഹാരിഷ് അലി എന്ന് പറഞ്ഞ ആ ഒരു യുവാവിൻ്റെ പിന്നെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ്റെ കോടതിയിലുള്ള വെളിപ്പെടുത്തൽ ഈ ഡിസ്കോഡ്, അതുപോലെ സെഷൻസ്, ഇതേപോലത്തെ പല സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതെല്ലാം ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകളാണ്. ഈ ആപ്പുകളിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ISIS-ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഫണ്ടമെന്റലിസമാണ് ഏറ്റവും വലിയ സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മൈൻഡ് റാഡിക്കലൈസ് ആയിരിക്കുന്ന ഒരു യുവാവാണ് ഹാരിസ് അലി. പുള്ളിക്കാരനെ പോലെ ഇനി എത്ര യുവാക്കൾ ഇന്ത്യയിലുണ്ടെന്ന് ആർക്കറിയാം? ഇത് ശരിക്കും പറഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന ഒരു സത്യമാണ്. ഇന്ത്യയിലുള്ള മുസ്ലിംസ് എല്ലാം ഇതിന്റെ പുറകിൽ പോകുന്ന ആൾക്കാരല്ല. അതായത് മെജോറിറ്റി മുസ്ലിംസിന് ഇത്തരത്തിലുള്ള ISIS-ഉമായിട്ടൊക്കെ താല്പര്യമില്ല. പിന്നെ അവർ സൈലന്റ് ആയിട്ട് ഇതിനെതിരെ പ്രതികരിക്കാറില്ല എന്നുള്ളതാണ്. അതാണ് സാധാരണ മുസ്ലിംസിന്റെ ഒരു പോരായ്മ. അവർ ഇത്തരത്തിലുള്ള ഭീകരവാദികളെ കണ്ടു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒരു റിലീജിയനായിട്ട് ഫോളോ ചെയ്യാൻ ആർക്കും ഇവിടെ ഒരു തടസ്സമില്ല ഇന്ത്യക്കുള്ളിൽ. പക്ഷെ അതേസമയം ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്ലാമിനെതിരെ നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതേസമയം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇസ്ലാമിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനെ കണ്ടെത്തേണ്ടതും ഇതിനെ ചേർത്ത് തോൽപ്പിക്കേണ്ടതും. ഈ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവരവരുടെ കുടുംബങ്ങളിൽ നിന്നും അവരുടെ മക്കളിൽ ഒരാൾ ISIS-ൽ പോയി ചേരാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് വ്യക്തിപരമായിട്ട് അവനവൻ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിനുള്ള ഉത്തരം കിട്ടും. നിങ്ങളുടെ മക്കളെ പൊട്ടിത്തെറിക്കാൻ വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണോ? എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, എൻ്റെ ഒരു മനസ്സിലാക്കലിൽ മെജോറിറ്റി മുസ്ലിംസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ഒരു 20% ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം ഇതുമായിട്ട് നല്ല ഒത്തുചേർന്ന് പോകുന്ന സിദ്ധാന്തമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ മാർക്സിസം, അതായത് നിങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ റെവല്യൂഷൻ ഉണ്ടാക്കണം. ആ റെവല്യൂഷൻ വളരെ അഗ്രസീവായിട്ട് ഉണ്ടാക്കുന്ന സ്വഭാവമുള്ള സംഘടനയാണ് ഈ മാർക്സിസം. അപ്പോൾ ആ മാർക്സിസത്തിനെയാണ് ഇപ്പം ശരിക്കും ഈ ഭീകരവാദികൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കുട്ടികളെ തിരഞ്ഞെടുക്കുക. ഈ IS ഭീകരന്മാർ റിമോട്ട്ലി ഓൺലൈനിൽ ഇവർ വളരെ സജീവമാണ്. ഇവർ കുട്ടികളെ ചൂസ് ചെയ്തിട്ട് ഈ സലൈൻ മാട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഏർപ്പാടൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ ഇതിനു മുമ്പുള്ള നേതാക്കളെ കുറിച്ചുള്ള വീരശൂര പരാക്രമ കഥകളൊക്കെ ഇങ്ങനെ ഒരു ആനിമേഷൻ വീഡിയോ ആയിട്ടിട്ട് കാണിക്കുക. ഫോർ എക്സാമ്പിൾ സിൻവറിന്റെ വീഡിയോ ഇട്ട് കാണിക്കുക, ബാഗ്ദാദിയുടെ വീഡിയോ ഇട്ട് കാണിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇട്ട് കാണിച്ച് അവർ എന്ത് കോസിന് വേണ്ടിയിട്ടാണ് അവർ ജീവിച്ചിരുന്നത്, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എത്രമാത്രം പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടും ഇവരെ അത്തരത്തിൽ കൺവേർട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത വിഷയമാണ്. വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും ഞാൻ എന്താണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് തീവ്രവാദം ഇന്നത്തെ സമൂഹത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളറിയാതെ നമ്മുടെ വീട്ടിലുള്ള യുവാക്കളുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിൽ ഇന്ന് ഭീകരവാദം മാറിയിട്ടുണ്ട്. ടെററിസം, റെവല്യൂഷൻ, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. കാരണം ഇപ്പം ഇത് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ടെററിസം എന്താണ്, റെവല്യൂഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള
ഒരു സംവിധാനം വേണം. തീവ്രവാദവും റെവല്യൂഷനും രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം വേണം. അത്തരത്തിൽ ബോധമുള്ള ഒരു ജനറേഷനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ വന്ന് പ്രതിഷേധത്തിന് വിളിക്കുമ്പോൾ നമ്മൾ പോകുന്നത് ഭീകരവാദത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് ആക്ച്വൽ റെവല്യൂഷന് വേണ്ടിയിട്ടാണോ എന്നുള്ള തിരിച്ചറിവില്ലാതെ അതിൽ പോയി പങ്കെടുക്കേണ്ട അങ്ങനെയുള്ള സമുദായത്തിനെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ അതിൻ്റെ വ്യത്യാസം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു കഴിഞ്ഞു. അതായത് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, ഈ ഗാസയിൽ മാത്രമല്ലല്ലോ ഈ ഇഷ്യൂ. സുഡാനിൽ എന്താണ് പ്രശ്നം, ഇറാഖിൽ എന്താണ് പ്രശ്നം, സിറിയയിൽ എന്താണ് പ്രശ്നം? അതായത് ഇതൊരു ടീമാണ്. ഇവർക്കെതിരെ ആര് നിന്നാലും ഇവർ അവരെ പ്രശ്നക്കാരാക്കും, പ്രശ്നക്കാരായിട്ട് ചിത്രീകരിക്കും. ഇവരുടെ അവകാശങ്ങളൊക്കെ അവർ പറിച്ചെടുക്കുന്നു എന്ന് വരുത്തി തീർക്കും. അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കും. എന്നിട്ട് അവർക്കെതിരെ ആക്രമണം നടത്തും. അത് ചിലപ്പോൾ പൊട്ടിത്തെറിയാവാം, ചിലപ്പോൾ തീവെട്ടി ജാഥയാവാം, ചിലപ്പോൾ കല്ലേറാവാം. ഇങ്ങനെയുള്ള പല രീതികളിലും ഇവർ നടത്തും. ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും ഗ്ലോബൽ മാപ്പ് ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. എവിടെയൊക്കെയാണ് പ്രശ്നം, ആരാണ് പ്രശ്നത്തിന്റെ കാരണം? എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു ടീം ഉണ്ടാവും. ഇവരാരാണ്, ഇവരുടെ കോസ് എന്താണ്, ഇവരെന്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 കാര്യങ്ങൾ പഠിക്കണം. വാട്ട് ഈസ് ജിഹാദ്, ഹു ആർ ദേ, ഇത് നടത്തുന്ന ആൾക്കാർ ആരാണ്, വാട്ട് ഈസ് ദെയർ മോട്ടീവ്, പിന്നെ എന്താണ് ISIS. ഈ 4 വിഷയങ്ങൾ പഠിച്ചാൽ മതി. വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് പ്യൂർലി തീവ്രവാദികളെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. വീട്ടിൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഇസ്ലാം വിശ്വാസികളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.